അൽഹംദുലില്ലാ ഞാൻ ഈ ഡയറ്റ് കയറുന്ന സമയത്ത് 86.6 ആയിരുന്നു എന്റെ വെയിറ്റ്. ഇപ്പൊ ഓക്കെ. അൽഹംദുലില്ലാ 72 പോയിന്റ്, ഇന്ന് നോക്കുന്നത് 72.2 എത്തിക്കണ്. അപ്പൊ ഏകദേശം ഒരു 14 കിലോ എത്ര അൽഹംദുലില്ലാ. മാസം? അത് 3-ാമത്തെ മാസത്തിലാണ്. ഇപ്പൊ 3 മാസം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ 4-ാമത്തെ മാസത്തിൽ പിന്നെ ഞാൻ റീജോയിൻ ചെയ്തല്ലോ. 3 ഓക്കെ. മാസം പിന്നെ അങ്ങനെ സെർച്ച് ചെയ്ത് സത്യത്തിൽ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ അതിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. വെറുതെ ഒന്ന് അതെ. കയറി നോക്കാൻ വിചാരിച്ച് പിന്നെ 200 രൂപയല്ലേ പോകുള്ളൂ, 3 ദിവസത്തെ ക്ലാസ് അല്ലേ. ആദ്യത്തെ ദിവസം ക്ലാസ് കേട്ട ഉടനെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ആ ജേണി ഇന്നും തുടരുന്നു. ഞാനത് തുടർന്നുകൊണ്ടേ പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് എപ്പോഴും ഒരു ഗൈഡ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തില്. എന്റെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ അത്ഭുത ഭയങ്കരമായിട്ട്. കാരണം മാമനെ അറിയാലോ, ഞാൻ സോഷ്യൽ വർക്കറാണ്. ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ മുന്നേ കാണാത്ത ആളുകളൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് ഭയങ്കര അത്ഭുത. കാരണം നമ്മുടെ സ്കിൻ ടോൺ മാറി, നമ്മുടെ കൂടെയുള്ള ഫിസിക്ക് ആകെ മാറിപ്പോയി. അത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ ഇപ്പൊ 2 ദിവസം മുന്നേ പറഞ്ഞല്ലോ, XXL ഞാനിപ്പോ എല്ലിലേക്ക് എത്തി. എന്റെ സൈസ് ഇപ്പൊ എത്ര മാറ്റം വന്നിട്ടുണ്ടാവും അറിയാലോ. യെസ് യെസ്. ഇപ്പൊ നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോ ഒരു കോൺഫിഡൻസ് ആണ്, നമുക്ക് ഏത് ഡ്രസ്സും ഇടാം. ഈവൻ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ജീൻസോ പാന്റോ പിന്നെ ടീഷർട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ താല്പര്യത്തിനനുസരിച്ച് ഇടാൻ. കാണുമ്പോ തന്നെ ഒരു വൃത്തി മെനു നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ. കേറിയ കാര്യക്കും നഷ്ടാവില്ല കേട്ടോ, അതേ പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫ് ഇപ്പൊ നമ്മള് വെറും ഒരു ആഹാരത്തിൽ നിയന്ത്രണം വരുത്തുക എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതല്ല. എന്റെ ഫീഡ്ബാക്ക്, എന്റെ പേഴ്സണലി ഉള്ള ഒപ്പീനിയന്, നമ്മുടെ ലൈഫിൽ, നമ്മുടെ തോട്ടില്, നമ്മുടെ പിന്നെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഒരുപാട് നമ്മുടെ ചിന്തകളെ പോസിറ്റീവായിട്ട് മാറ്റാനും നമുക്കത്, നമ്മളിപ്പോ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന പിന്നെ അപേക്ഷിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം, പല പല പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാ, അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നവരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ചിന്തകൾ മാറ്റിയിട്ട് വെക്കുമ്പോൾ പോസിറ്റിവിറ്റി കുറെ നമ്മുടെ മൈൻഡിലേക്ക്, അത് നെഗറ്റീവ് തോട്ട്സിനെ അങ്ങനെ ഒഴിവാക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒരുപാട് എന്റെ പിന്നെ പേഴ്സണൽ ലൈഫിലും പിന്നെ ഒഫീഷ്യൽ ലൈഫിലും ഒക്കെ നമുക്കത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അള്ളാഹു ഇങ്ങനത്തെ ഒരു ആളുടെ മുന്നിൽ ഓരോരുത്തർ നിമിത്തമാവുകയാണല്ലോ, നമുക്ക് ഓരോരുത്തരെ ഓരോ സമയത്ത് നമ്മുടെ മുന്നിലേക്ക് പിന്നെ പഠിച്ചോനായിട്ട്, പ്രപഞ്ച ശക്തി ആരാണോ, പഠിച്ചോനോ ഈശ്വരനോ ആരെല്ലാം വിശ്വസിക്കണ വെച്ചാല് അവർ കൊണ്ട് നമ്മളെ മുന്നിലേക്ക് ഇട്ട് തരുന്ന. അപ്പൊ അതുപോലെ ഒരാളായിട്ട് 2025 കിട്ടിയ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ മാമിനെ കണക്കൂട്ടുന്നത്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ല ഇതിലുള്ള ജസ്റ്റ് ചെറിയ ചെറിയ ടോക്സ് അല്ലാതെ. അപ്പൊ അത് അത്രയും നമ്മൾ അത്രയും ഒരാളെ ഹാർട്ടിലേക്ക് നമുക്ക് അത്രയും ഡീപ്പ് അറ്റാച്ച്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ക്ലാസ്സിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇനി മാം തുടർന്നോളൂ. അപ്പൊ ആർക്ക്